നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിശ്ചിത തുക സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകുവാൻ 9 വർഷം എടുക്കും. 5 മടങ്ങാകുവാൻ എത്ര വർഷം എടുക്കും? അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് നോക്കാം. സാധാരണ പലിശയാണ്. സാധാരണ പലിശയാകുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ്? നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇരട്ടിയാകാൻ രണ്ട് ഇരട്ടിയാകാൻ 9 വർഷം എടുക്കും. ഇനി 5 മടങ്ങാകാൻ എത്ര എടുക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. സെക്കൻഡ് നമ്പർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ -1 ഇൻറ്റു ഇയർ. കൊടുത്തിരിക്കുന്ന ഇയർ എത്രയാണ്? ഇവിടെ നമുക്ക് നോക്കാം. സെക്കൻഡ് നമ്പർ ഏതാണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെക്കൻഡ് നമ്പർ ആദ്യം തന്നിരിക്കുന്നത് 2 ഇരട്ടിയാകാൻ 9 വർഷം എടുക്കും. 5 മടങ്ങാകാൻ. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. സെക്കൻഡ് നമ്പർ 5, ഫസ്റ്റ് നമ്പർ അപ്പം 2 ആണ്. നമുക്ക് നോക്കാം. സെക്കൻഡ് നമ്പർ -1 എന്ന് പറയുമ്പോൾ 5 - 1 എന്നായിരിക്കും. ഫസ്റ്റ് നമ്പർ -1 എന്ന് പറയുമ്പോൾ 2 - 1 എന്നായിരിക്കും. ഇൻറ്റു ഇയർ പറയുവാണെങ്കിൽ എത്ര വർഷമാണ്? 9 വർഷമാണ്. അപ്പോൾ നമുക്ക് 9 എന്ന് എഴുതാം. നമുക്ക് നോക്കാം. 4 5 - 1 4 ആണെന്നറിയാം. 2 - 1 എന്ന് പറയുമ്പോൾ 1 ആണ്. ഇൻറ്റു 9. അപ്പോൾ താഴെ 1 ആയതുകൊണ്ട് നമ്മൾ 9ഉം 4ഉം ആയിട്ട് ഗുണിക്കാം. 9 4 ഗുണിക്കാൻ നേരത്ത് എത്രയാണ് ആൻസർ വരുന്നത്? 36 നമുക്ക് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 36 ആണ്. അപ്പം 5 മടങ്ങാകാൻ 36 വർഷം എടുക്കും കേട്ടോ. അതാണ് ആൻസറായിട്ട് വരുന്നത്.